നാടു മുഴുവൻ അറിഞ്ഞവരാണ്, ലോകം മുഴുവൻ തുടങ്ങിയതാണ്. ഇവർ പുലികളാണോ നരികളാണോ നമ്മുടെ നാട്ടിലെ സിംഹങ്ങൾ? പണിയറിയാതെ പണി വാങ്ങുന്ന നാടൻ മണ്ടൻ കേമന്മാർ. പപ്പനും പവിത്രനും നമ്മുടെ പപ്പനും പവിത്രനും, പപ്പനും പവിത്രനും നമ്മുടെ പപ്പനും പവിത്രനും, പപ്പനും പവിത്രനും. എടി, നീ അമ്പലത്തിലുണ്ടായിരുന്നോ? പിന്നല്ലാണ്ട് നീ എന്നെ കണ്ടിട്ടാ? ഇല്ലടി, ഞാൻ മാലിന്യേച്ചി നോക്കുന്നുണ്ടായിരുന്നു. അതിന് മാത്രം എന്നാ ഉള്ളത്? എടി, നിന്നെ കിട്ടിയില്ല കാശിങ്ങനെ കണ്ടിട്ട് സ്വർണ്ണം തോന്നുന്നു. നീ അമ്പലത്തിൽ പ്രാർത്ഥിക്കാനോ അതോ സാരിമാലി നോക്കാനാ? അതെല്ലാം അങ്ങനെ തന്നെ. അല്ല, മൂക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഓർമ്മയുണ്ടാ? അയ്യോ, ഇന്നലെ എന്റെ പവിത്രേട്ടനും നിന്റെ പപ്പായിട്ടും നമ്മൾ ഏറ്റുമുട്ടുന്ന ദിവസം. ചെങ്ങായിമാർക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇക്കാര്യം നമ്മൾ എത്ര തവണ അവരോട് പറഞ്ഞിട്ടില്ല. വല്ല മാറ്റം ഉണ്ട് അവർക്ക്? കാലം മാറിയില്ല, അവര് മറന്നു തോന്നില്ല. അത് ശരിയാണ്. വലിയ ക്ലബ്ബുകാര്. നാടു മുഴുവൻ അറിഞ്ഞവരാണ്, ലോകം മുഴുവൻ തുടങ്ങിയതാണ്. പപ്പനും പവിത്രനും നമ്മുടെ പപ്പനും പവിത്രനും, പപ്പനും പവിത്രനും നമ്മുടെ പപ്പനും പവിത്രനും, പപ്പനും പവിത്രനും. പ്രിയമുള്ളവരെ, എല്ലാ കൊല്ലവും നടത്താറുള്ളത് പോലെ ഈ കൊല്ലവും ഇതാ ഓനാട്ടുകരയുടെ അഭിമാനമായ റോയൽ ക്ലബും അപമാനമായ 5 സ്റ്റാർ ക്ലബും. വല്ലപ്പോഴും അഭിമാനം കാക്കുന്ന 5 സ്റ്റാർ ക്ലബും കൊമ്പ് കോർക്കുന്ന ആർട്സ് ആൻഡ് സ്പോർട്സ് മത്സരങ്ങളിലേക്കാണ് ഇവിടെ തിരികൊളുത്താൻ പോകുന്നത്. തിരി എടുക്കാൻ മറന്നത്, തിരി കൊണ്ടുവരാൻ മറന്നോളാം. ഇനി വേണ്ട നോക്കാം, ഞാൻ കത്തിച്ചോളാം. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു, ഇനി മത്സരം തുടങ്ങാം. പ്രിയപ്പെട്ടവരെ, മത്സരത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഓട്ട മത്സരമാണ്. എന്നത്തെയും പോലെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്നവർക്കായിരിക്കും ഈ വർഷത്തെയും ഓനാട്ടുകര ട്രോഫി ലഭിക്കുന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയാം. ഈ മത്സരം അനൗൺസ് ചെയ്യും. ഓട്ട മത്സരത്തിൽ പ്രധാനി റോയൽ ക്ലബിന്റെ ക്യാപ്റ്റനും പ്രസിഡന്റുമായ നമ്മുടെ നാടിന്റെ കണ്ണിലുണ്ണി പപ്പേട്ടൻ, നമ്മുടെ സ്വന്തം പപ്പേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ലക്ഷ്മി, ലക്ഷ്മി, എനിക്കിതിനെ കാണാൻ ഈ രാത്രിയുടെ 17-ാം യാമത്തിൽ, അല്ല 16-ാം യാമത്തിൽ, 16 മതി. എന്റെ ഒരുപാട് നാളത്തെ മോഹമാണ് ഒരു കുഞ്ഞിക്കാല്. അതന്നെ കല്യാണം. മണി, ഒരു പരിപാടി നടക്കുമ്പോൾ ഒരു 10 പേരെങ്കിലും ചേർക്കണ്ട. ഞാൻ നോക്കി നോക്കട്ട, എല്ലാരും പണിക്ക് പോയി, അതുകൊണ്ട് ആളില്ലാത്ത. അതൊന്നും അല്ല, നമ്മുടെ ക്ലബിനോട് നിനക്ക് പഴയ ഒരു സ്നേഹവും ബഹുമാനവും ഒന്നുമില്ല. എന്താ പപ്പേട്ട, അങ്ങനൊന്നല്ല. നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടെന്ന് എങ്ങനെയാ? ഞങ്ങളുടെ പ്രസിഡന്റിന്റെ പേര് വിളിക്കുക. കാരണം വേളം വെക്കണ. നിങ്ങളുടെ പ്രസിഡന്റ് മത്സരിക്കാൻ വരുന്നത് തോക്കാനല്ലേ? അത് കാണാ മതി. എടാ പപ്പ, നീ കൂടുതൽ ഷൈൻ ചെയ്യരുതേ. നമുക്ക് കാണാം ആരാണ് ഈ മത്സരത്തിൽ ജയിക്കുന്നത്. മണി, അവന്റെ പേരെന്ന് വിളിച്ചാലേ വലിയ ബിൽഡപ്പ് ഒന്നും വേണ്ട. ഓക്കെ പോട്ടെ. പ്രിയപ്പെട്ടവരെ, നാടിന്റെ ചങ്കിടിപ്പായ റോയൽ ക്ലബുമായി കൊമ്പ് കോർക്കാൻ ഇതാ വരുന്നു. 1 സ്റ്റാറുമല്ലാത്ത 5 സ്റ്റാറിലെ ആർക്കും വേണ്ടാത്ത പ്രസിഡന്റ് പൈത്രൻ.
പവിയല്ലോ പേടിപ്പോയി മുമ്പഴക്ക് കഴിക്കാൻ ബ്രെഡ്, കിടക്കാൻ ബെഡ്, നിന്നെ കണ്ടപ്പോ ഞാൻ ഡെഡ്. ഇതുവരെയാണ് വല്ല അയ്യോ അല്ല, ഉച്ചക്കില്ലായി നിനക്ക് തരുവാൻ തിരുമല്ലിക്കെടുപ്പൻ. ഇനി ഇവിടെ തല്ല് പറഞ്ഞു കിടക്കുന്ന കല്ല് അടിച്ചോടിക്കുന്ന പല്ല്. എന്താണ് ഇത്ര ചിരിക്കാൻ? നീ ഇതിട്ടാണോ ഓടാൻ വന്നേ? ഈ ഡ്രസ് എന്റെ ഭാഗ്യ ഡ്രസ്സാണ്. ഈ ഡ്രസ് ഇട്ടപ്പോഴൊക്കെ ഞാൻ ജയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മെഡലൊക്കെ എന്താ? ജയിക്കുമെന്ന് ഉറപ്പാണല്ലോ. അപ്പൊ 10 മിനിറ്റ് നേരത്തെ മെഡൽ ഇട്ടും ജയിച്ചിട്ട് എന്ത് പ്രശ്നം വരാൻ? ഓടിക്കോ, പക്ഷെ വില പത്തി കടിക്കാണ് നിന്നെ നോക്കണം. ഈ കളറൊക്കെ കണ്ട കടിക്കും. ചിരിച്ചോടാ ചിരിച്ചോ, നീയൊക്കെ തോൽക്കുമ്പോൾ ഈ ചിരിന്റെ അവിടെ. പൗത്ര, നീയൊക്കെ എത്ര മത്സരിച്ചാലും ഈ ഓനാട്ടുകാരിലെ ഏറ്റവും നല്ല ക്ലബ് അത് ഞങ്ങളുടെ ക്ലബ്, റോയൽ ക്ലബ്. നമുക്ക് കാണാം. കാണണം. പ്രിയമുള്ളവരെ, മത്സരത്തിലേക്ക് കടക്കുകയാണ്. ഓണാട്ടുകരയിൽ നിന്ന് തുടങ്ങി കരിങ്കയം അമ്പലപ്പറമ്പിലേക്ക് ആദ്യമായി ആര് ഓടെത്തുന്നു അവരെ മത്സര വിജയായി പ്രഖ്യാപിക്കുന്നതാണ്. ഏതു വഴി സ്വീകരിക്കാം, നിങ്ങൾ ആദ്യം അവിടെ എത്തുന്നു, അത് മാത്രമേ ഇവിടുള്ളൂ. അതാണ് ഈ മത്സരത്തിന്റെ പ്രത്യേകത. അങ്ങനെ തുടങ്ങിയാണ്. 1 2 3. പപ്പട്ട നിക്കി പപ്പട്ട ജയിക്കാൻ വേണ്ടി ഞാൻ പ്രസാദം വാങ്ങിച്ചു വരാം. ഏയ് നിക്ക് ഉണ്ണിയപ്പം ചന്ദ്രനുള്ള സമയമില്ല. ഇത്തവണ എനിക്ക് ജയിച്ചേ പറ്റൂ. ദൈവത്തെ നിന്ദിക്കലായിട്ട് 8 മിനിറ്റ് ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുന്നു. ഇതൊന്ന് വാങ്ങേ സമയമില്ല. എന്നാ പേത്തോട്. ഓ, അവനിപ്പോ അമ്പലക്കുളം കഴിഞ്ഞിട്ടുണ്ടോ? ഈ പ്രസാദം കൂടി എടുത്തിട്ട് പോ. നോക്കി, ഒരാളൊരു പെണ്ണിന്റെ മാലയും പൊടിച്ചോടന. ഓടോ. എന്നാലും എന്റെ പപ്പട്ട മരുന്നിനൊക്കെ എന്നാ പൈസയാണെന്നറിയോ? 2 ഉറുപ്പിക പോയി കിട്ടി. അതൊന്നും അല്ലടാ എന്റെ പ്രശ്നം. അവത്തരം രീതി ചെയ്തിട്ടുണ്ടാവുന്നുള്ളതാ. പപ്പട്ട ഇതാരോ എടുത്തു നോക്കി. പവിത്ര, നീ എന്താ ഇവിടെ? ചെറുതായിട്ടൊന്ന് ആളും പറയാ. അവനേതാ പവിത്രനേതാ നിന്റെ മനസ്സിലാക്കാൻ. അപ്പൊ നിന്റെ ലക്കി ഷർട്ട് നിന്നെ ചതിച്ചല്ലേ? നിനക്ക് പണി കിട്ടിയില്ലോ, സന്തോഷായി. അടുത്ത തവണ നിനക്ക് പണി തരുന്നുണ്ടോ? നീ ആദ്യം പോയി ഡോക്ടറെ കാണും, എന്നിട്ട് എന്നെ കാണിക്കാം. തലയിൽ വെളിച്ചം കുറവാ